സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അല്ല, ഒരു ചായയുടെ കടം ബാക്കിയാട്ടോ. അതമ്മച്ച് തരാൻ വേണ്ടിട്ട് പറഞ്ഞൊന്നുമല്ല, ചുമ്മാ ബെഡായി കാട്ടിയതാ. അവള് ചുമ്മാ പറഞ്ഞതാട്ടോ. കുറച്ച് വിവരക്കേടിന്റെ അസുഖണ്ട്, അത് ഒഴിവാക്കിയ എന്റെ അനി വെറും ശുദ്ധമാ. ചായ ജുവൽ മോൾ എവിടെയാണെന്നൊരു ഫീല് നെഞ്ചിക്കിടന്ന് എരിയുന്നുണ്ടായിരുന്നു. നിങ്ങളെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഒരു ആശ്വാസമായത്. ഞങ്ങളെക്കാളും സ്നേഹമുള്ള ഒരച്ഛൻ്റെ അമ്മയുടെയും കൂടെ നാട്ടുംപുറത്തിന്റെ നന്മ അറിഞ്ഞല്ലേ അവൾ കഴിഞ്ഞത്. പിന്നെ കൂട്ടുകൂടി കളിക്കാൻ ജീവൻ കൊടുത്ത് സ്നേഹിക്കുന്ന രണ്ട് കൂടപ്പറപ്പുകളും. എല്ലാം കലങ്ങി തെളിഞ്ഞപ്പോ പാവന്റെ ജയറാമോ മാത്രം. ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ വേണ്ടി തന്നെയാ ഏഞ്ചൽ മോളെ മാതാവ് ഇവിടെ എത്തിച്ചത്. എന്റെ മോള് എന്ത് ചെയ്താലും അതിൽ മാതാവിന്റെ ഒരു നിയോഗം ഉണ്ടാവും. ഒരുപക്ഷെ സാറിന്റെ അല്ല, മുരളിയുടെ മോൾക്ക് മാതാവ് ഏഞ്ചലിന്റെ മുഖവും രൂപവും നൽകിയത് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാവും. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി ഈ വീട്ടിൽ രണ്ടല്ല, കുഞ്ഞുമക്കള് 4. പിന്നെ അല്ലാതെ. ഈ വീട്ടിൽ എന്തോരം കാര്യങ്ങളാ, കണ്ടു തീരുന്നില്ല. ഞങ്ങൾ കുറച്ചു നേരം ആടട്ടെ അമ്മച്ചി? നിങ്ങളും കയറിയിരുന്നോ? അമ്മച്ചി ഇറങ്ങ്, ഞങ്ങൾക്ക് സ്പീഡിൽ ആടണം. സ്പീഡിൽ ആടണെങ്കിലേ കുറച്ചു നേരം കഴിയട്ടെ. അമ്മച്ചിക്ക് കാലുവേദനയാ. കുറച്ചു സമയം നിന്ന് അപ്പ കാലുവേദന. തലവേദന മാറി കാലുവേദന ഇതടവാ. കുറച്ചു നേരം കഴിഞ്ഞിട്ടോ പപ്പ ഇപ്പൊ ഒന്ന് പറയും നമുക്ക് പോവാന്ന്. ഇപ്പൊ ഇറങ്ങിയ നേരെ ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിലെത്താം. വന്നു കയറിയല്ലേ ഉള്ളൂ, പെട്ടെന്ന് അങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞ. കേട്ടോ മോഹിതേ, ഇവർക്കിപ്പോ തന്നെ പോണോന്ന്. അതെന്ത് പോക്ക? വേറൊന്നും വിചാരിക്കരുത്. 2 മാസത്തോളം ഞാൻ വീട്ടിലില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ക്രിസ്മസാ. ക്രിസ്മസ് അവിടെ മാത്രമല്ലല്ലോ ജോൺസാ, ഇവിടെയുണ്ട്. അതെന്താ, എന്റെ പേര് മുരളി നായരാണോ? ജോലി ഏഞ്ചലും കൂടി ഇതുവരെ കൊതി തീരെ ഒന്നും സംസാരിച്ചിട്ടില്ല. ഇനി നിങ്ങൾ പോവാന്ന് വിചാരിച്ചാലും അച്ഛൻ ഏഞ്ചലിനെ വിടുന്ന് തോന്നുന്നില്ല. അല്ല, പപ്പയോട് പറയടി ഇവിടെ നിക്കാന്ന്. എനിക്ക് അവിടെ എത്തിയിട്ട് പ്ലീസ് പപ്പ, ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കാം പപ്പ, പ്ലീസ്. അപ്പൊ അങ്ങനെ തന്നെ ഇന്ന് നമ്മളെല്ലാരും കൂടി ക്രിസ്മസ് ഒന്നിച്ചിവിടെ ആഘോഷിക്കുന്നു. ഏഞ്ചലിന്റെയും ജുവലിന്റെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ക്രിസ്മസ്. അമ്മച്ചി
ഇഷ്ടാ. പക്ഷെ നേരെ ചൊവ്വ എങ്ങനെയാ വെക്കുന്നെന്ന് എനിക്കറിയില്ല. നെറ്റില് നോക്കി പലവട്ടം പരീക്ഷണം നടത്തി. എന്നാലും എവിടെയെങ്കിലും ഒക്കെ തെറ്റും. അമ്മച്ചി അമ്മച്ചി ഇത് കരോള് വന്നു. അതെയോ? അയ്യോ, അപ്പൊ നമ്മൾ ഇറങ്ങി ചെല്ലണ്ടേ? അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും പോകത്തില്ല. മുരളേട്ടൻ ഏർപ്പാട് ചെയ്ത സ്പെഷ്യൽ കരോള. നമ്മുടെ പുൽക്കോടിന്റെ കാര്യം പറഞ്ഞ പോലെ പിള്ളേർക്കൊക്കെ ഒരു രസമല്ലേ? ജുവൽമോൾ എവിടെ? ക്രിസ്മസും ഈസ്റ്ററൊക്കെ മദ്യപിക്കാനുള്ള കാരണമായിട്ടാ പലരും കാണുന്നത്. എനിക്ക് പക്ഷേ ആഘോഷവേളയില് അങ്ങനെ ഭ്രമമൊന്നും തോന്നാറില്ല. മദ്യപിച്ചിട്ടില്ല എന്നൊന്നുമല്ല. ഇത് വൈനല്ലേ, കഴിക്ക. പണ്ട് കാനായിരെ കല്യാണത്തിന് കർത്താവ് വെള്ളം വീഞ്ഞാക്കി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ, ഈ കാരണം പറഞ്ഞിട്ടാ ഈസ്റ്ററിനും ക്രിസ്മസിനും ഒക്കെ അച്ഛനും മക്കളും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെ ആ, അതൊക്കെ ഭാഗ്യം ചെയ്ത് അച്ഛന്മാര്. അച്ഛന് വേണോ? അത് ചോദിക്കാനോ മറ്റുണ്ടോ? ആശ്വാസായി. അച്ഛന്റെ മുമ്പിൽ വെച്ച് എങ്ങനെ കഴിക്കുമെന്ന് ഞാൻ ഒരു ടെൻഷനൊക്കെ അടിച്ച് ഇരിക്കായിരുന്നു ഞാൻ. നമ്മടെ കള്ളാ. കുടമ്പിളി ഇട്ട് വെച്ച മീൻകറി ക്രിസ്തുമസിന് ഈസ്റ്ററിനും ഒക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഐറ്റം. വറ്റിച്ച മീൻകറി ബീഫ് ഉലർത്തതും ഒക്കെ പാകം ചെയ്ത് ഭദ്രമായിട്ട് അടച്ചു വെച്ചിട്ടാ പാതിര കുർബാനയ്ക്ക് പോകുന്നതേ. കുർബാന കൂടിക്കൊണ്ടിരിക്കുമ്പോഴും മനസ്സ് അടുക്കളയിലെ കറിപാത്രത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. എന്റെ കുഞ്ഞുനാളിലെ ഒരു ക്രിസ്തുമസിന് മുട്ടം പണി കിട്ടുകയും ചെയ്തു. അതെന്താ? ഞങ്ങള് പാതിരാ കുർബാന കണ്ടോണ്ടിരുന്നപ്പോ അടുത്ത വീട്ടിലെ കള്ളിപ്പൂച്ച കറിപാത്രത്തിനടുത്ത് വന്ന് നന്നായിട്ട് അങ്ങ് പ്രാർത്ഥിച്ചു. നോമ്പ് മുറിക്കാൻ വന്ന ഞങ്ങള് പട്ടിണി. ആനിയമ്മേ, കരോളിന് വരുന്നില്ലേ? ദേ വരുന്നു മോളെ. നിന്റെ പപ്പ എവിടെ നോക്കട്ടെ. ജുവൽ മോളെ ജീവനോടെ കിട്ടുമെന്ന് കരുതിയതല്ല. ഡോക്ടർ ശ്രീജ പ്രകാശിന്റെ ഒറ്റ കഴിവുകൊണ്ട് കിട്ടിയതാ. ശ്രീജ പ്രകാശോ? ആ, ഇച്ചായ, എല്ലാരും വന്നേ. ദേ കരോള് വന്നത് അറിഞ്ഞില്ലേ? കരോള് പോവാം. നീ ഇങ്ങ് വന്നേ. എന്നതാ ഇച്ചായ? ഇങ്ങ് വാ. അതെ, ഒരു ഗ്ലാസ് എടുക്കട്ടെ. വീട്ടിലുണ്ടാക്കിയ വൈന. അത് പോയിച്ചായ. കഴിക്കാനി. ഇസഹാക്കിൻ വംശത്തിൽ പിറന്നവനെ, ഇസ്രായേലിൻ നാഥനായി തീർന്നവനെ. ഇസഹാക്കിൻ വംശത്തിൽ പിറന്നവനെ, ഇസ്രായേലിൻ നാഥനായി തീർന്നവനെ. വാനവും ഭൂമിയും വാഴ്ത്തുന്നോരെന്നെ സുനാഥനെ. ഇന്നിതാ പാരിനാഘോഷം, വന്നിതാ ലോകരക്ഷകൻ.
ഇവിടുത്തെ ആദ്യത്തെ തിരുപ്പറവി ഈ മാലാഹക്കുട്ടിയുടെ കയ്യിലൂടെ ആവട്ടെ. മഞ്ഞണിഞ്ഞ രാവിലന്ന് മാമലയിൽ പുൽക്കുടിലിൽ, മഞ്ഞണിഞ്ഞ രാവിലന്ന് മാമലയിൽ പുൽക്കുടിലിൽ വന്നു പിറന്നു ദൈവസുതനായി നന്മ നിറഞ്ഞു യേശുരാജൻ. വന്നു പിറന്നു ദൈവസുതനായി നന്മ നിറഞ്ഞു യേശുരാജൻ. ആട്ടിടയർ കൂട്ടമായോടിയെത്തി ആരാധ്യ ദേവനെ കണ്ടു വണങ്ങി. ഹല്ലേലൂയ ഹല്ലേലൂയ വാഴ്ത്തിപ്പാടാ വജപാലകനെ. ഹല്ലേലൂയ ഹല്ലേലൂയ വാഴ്ത്തിപ്പാടാ വജപാലകനെ. ഇസഹാക്കിൻ വംശത്തിൽ പിറന്നവനെ, ഇസ്രായേലിൻ നാഥനായി തീർന്നവനെ. ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു. മന്നവൻ വന്നണഞ്ഞു, മന്നിതിൽ പ്രഭ ചൊരിഞ്ഞു. മന്നവൻ വന്നണഞ്ഞു, മന്നിതിൽ പ്രഭ ചൊരിഞ്ഞു. സത്യനായകൻ ജീവദായകൻ സ്നേഹം പകർന്നു ദേവാധിദേവൻ. സത്യനായകൻ ജീവദായകൻ സ്നേഹം പകർന്നു ദേവാധിദേവൻ. മാലാഖ വൃന്ദമൊന്നാൽ പാടിടുന്നു, രാജാധിരാജനെ സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ വാഴ്ത്തിപ്പാടാ വജപാലകനെ. ഹല്ലേലൂയ ഹല്ലേലൂയ വാഴ്ത്തിപ്പാടാ വജപാലകനെ. ഇസഹാക്കിൻ വംശത്തിൽ പിറന്നവനെ, ഇസ്രായേലിൻ നാഥനായി തീർന്നവനെ. വാനവും ഭൂമിയും വാഴ്ത്തുന്നോരെന്നേശുനാഥനെ. ഇന്നിതാ ഇന്നിതാ പാരിനാഘോഷം, വന്നിതാ വന്നിതാ ലോകരക്ഷകൻ. ഇന്നിതാ ഇന്നിതാ പാരിനാഘോഷം, വന്നിതാ വന്നിതാ ലോകരക്ഷകൻ. മോളെ, പുറത്ത് നല്ല മഞ്ഞുണ്ട്, അകത്തേക്ക് വാ. ഷോക്കേറ്റതാണെന്ന് തോന്നുന്നു. ഷോക്കേറ്റ പോലെ. ആവശ്യമില്ലാതെ അതിലൊന്നും തൊടാൻ പോരുതെന്ന് പറഞ്ഞല്ലേ മോളെ. ഷോക്കൊന്നും അല്ല, നമ്മുടെ വീട് പോലെയല്ല, മിനുസമുള്ള തറയാ, സൂക്ഷിച്ചു നടക്കണം. വാ മോൾ അകത്തേക്ക് വാ. ജുവൽ മോൾക്ക് ഷോക്കേറ്റപ്പോ തന്നെ ഏഞ്ചൽ മോക്കും ഷോക്കേറ്റതായി തോന്നിയത് എന്താ? ദൈവമേ, അങ്ങനെ ആവരുതേ, അങ്ങനെ ആവരുതേ. ആഹാ, ഡ്രസ് പാകായോ?
നമ്മള് രണ്ടുപേരും ഒരേ സൈസാണെന്ന് തോന്നുന്നു അല്ലേ? ഇത് എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാ. അല്ല, ഞാൻ എന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട, ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അല്ല, ഇത്രയും വലിയ വീടാവുമ്പോ ജോലിക്കാരിയൊക്കെ വെക്കായിരുന്നു. വെച്ചതിന്റെ കഥ അറിഞ്ഞില്ലേ? ആ, അതും ശരിയാ. ഇച്ചായൻ എപ്പോഴും പറയും, ആനി നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോ എനിക്ക് സങ്കടം തോന്നുന്നു. സഹായത്തിന് ആരെങ്കിലും നിർത്തണോന്ന് ഒരേ നിർബന്ധം. ഞാനാ പറഞ്ഞത് വേണ്ടാന്ന്. വിശ്വസിക്കാവുന്ന ആരെങ്കിലും ഒന്ന് കിട്ടണ്ടേ? ജോൺസൺ ഇപ്പൊ ജോലിയൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോ എന്താ പുതിയ പ്ലാൻ? അങ്ങനെ പ്ലാനൊന്നുമില്ല, എന്നാലും പല ബിസിനസ് നോക്കുന്നുണ്ട്. ഒരു സൗഹൃദ സംഭാഷണത്തിന്റെ ഭാഗമായിട്ടോ സങ്കടം കേട്ട് രസിക്കാനോ വേണ്ടി ചോദിച്ചതല്ല. നിങ്ങളുടെ അവസ്ഥ ഏറെക്കുറെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒളിക്കേണ്ടതോ പൊങ്ങച്ചം കാട്ടേണ്ടതോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ബിസിനസ്സോ മറ്റോ തുടങ്ങാൻ സഹായം വേണമെങ്കിൽ തുറന്നു പറയാം. ഞാൻ മുരളിയേട്ടന്റെ അടുത്ത് സൂചിപ്പിക്കാം. അല്ല, ഏട്ടൻ വേണമെന്നൊന്നുമില്ല, കുറച്ച് ഫണ്ടൊക്കെ എനിക്കും മൂവ് ചെയ്യാൻ പറ്റും. ഇച്ചായന് അതൊന്നും ഇഷ്ടാവില്ല. മുരളിയേട്ടൻ പറഞ്ഞതുപോലെ അല്പം കോംപ്ലക്സ് കൂടുതലുള്ള ആളാന്ന് തോന്നുന്നു. പണം വാങ്ങുന്നത് കുറച്ചിലായിട്ട് തോന്നുന്നുണ്ടേ കടമായിട്ട് കരുതിയാലും മതി. ഉണ്ടാവുമ്പോ തിരിച്ചു തന്നാ മതിയല്ലോ. ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയിലുണ്ടായാ മതി. നിങ്ങൾക്ക് എപ്പോ ഒരാവശ്യം ഉണ്ടായാലും ചോദിക്കാൻ മടിക്കണ്ട. അത്രയ്ക്ക് സഹായ ഏഞ്ചൽ മോള് ഞങ്ങൾക്ക് ചെയ്തു തന്നത്. ജയറാമിനെ അന്വേഷിച്ച് കൊറേ വലഞ്ഞു അല്ലേ? ഒന്നും പറയണ്ട, അവൻ ഇവിടെ തൊട്ടരികത്ത് അന്ത്യനിദ്രയിലാണെന്നറിയാതെ. ജയറാമൻ ജുവലും മോഹിതയുടെ മക്കളല്ല അല്ലേ? അങ്ങനെ ഞാൻ കരുതിയിട്ടില്ല. അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചേ ഉള്ളൂ. അവരുടെ അമ്മ ഇന്ദുലേഖ എന്നായിരുന്നു പേര്. ജുവലിന്റെ ജനന സമയത്താ മരിച്ചത്. ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഇന്ദുലേഖയുടെ മരണശേഷം മുരളിയേട്ടന്റെ വീട്ടിൽ നിന്ന് ഒരു ആലോചന വന്നിട്ടാ വിവാഹം നടന്നത്. ദേ, നമ്മള് രണ്ടാളും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട് കേട്ടോ. ഇച്ചായന്റെ ആദ്യ ഭാര്യയുടെ മകളാ ഏഞ്ചൽ മോള്. ഓ, പക്ഷെ മോഹിത പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും രണ്ടായിട്ട് കണ്ടിട്ടേ ഇല്ല കേട്ടോ. പിന്നെ ഒരു പ്രധാന വ്യത്യാസമുള്ളത്, ഇച്ചായനും എനിക്കും കൂടി ഒരു കുഞ്ഞു പറന്നു എന്നുള്ളതാ. അതാ കെവിൻ മോൻ. അല്ല, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 6-7 വർഷമായി. 6-7 വർഷമായിട്ടും കുഞ്ഞുണ്ടായിട്ടില്ലെങ്കിൽ കാര്യമായിട്ട് ചെക്ക് ചെയ്യണമെന്നാ. ഞാൻ പോയി കുട്ടികൾ എവിടെയാന്ന് നോക്കട്ടെ. ഒന്ന് ഉപദേശിക്കാന്ന് വെച്ചപ്പോ നടന്നു മടുത്തോ നീയ്? ഏയ്, എനിക്കിതൊക്കെ ശീല. രാത്രിയിലായിരുന്നു കൂടുതലും പുറത്തിറങ്ങിയിരുന്നെ. നീ ഒറ്റയ്ക്കോ? പേടിയാവില്ലേ നിനക്ക്? ആരെ പേടിക്കാനാ? രാത്രി ഭൂതപ്രേത പിശാചുകളൊക്കെ പുറത്തിറങ്ങുന്ന സമയാന്നാ പറയുന്നേ. ആരാ പറയുന്നേ? പൊതുവേ പറയുന്നു. പകൽ വെളിച്ചത്തിലില്ലാത്ത ഒറ്റ സാധനം മാത്രമേ രാത്രിയിലുള്ളൂ, നമ്മുടെ ഭയം. കൊള്ളാലോ, നിനക്കിതാരാ പറഞ്ഞു തന്നെ? നേത്രാവതിയല്ലേ? നീ നേത്രാവതിയുടെ കാര്യം ഓർക്കുന്നേലോ പറയുന്നേലോ എനിക്ക് പിണക്കൊന്നും ഇല്ലാട്ടോ. ഒരു കണക്കിന് അവരോട് നന്ദിയുണ്ട് താനും. നിന്നെ അവരുടെ കയ്യിൽ കിട്ടിയപ്പോ കണ്ണോ കാതോ പൊട്ടിച്ചു കളഞ്ഞ് പിച്ചെടുപ്പിക്കാനൊന്നും തോന്നില്ലല്ലോ അവർക്ക്. കുഞ്ഞുങ്ങളുടെ കയ്യും കാലും മുറിച്ച് വികലാംഗരാക്കുന്നവരും ഉണ്ട്. പകരം നിന്നെ അവർ സ്നേഹിച്ചില്ലേ? സ്വന്തം ലാഭത്തിന് വേണ്ടിയാണെങ്കിലും ഒരമ്മയെ പോലെ സ്നേഹം തന്നില്ലേ? നമുക്ക് വേറെന്തെങ്കിലും സംസാരിക്കാം. ശരി. വീടെത്താൻ കഴിയാത്ത രാത്രികളില് നീ എവിടെ ഉറങ്ങുന്നേ? എവിടെ വേണമെങ്കിലും ഉറങ്ങും. അങ്ങനെ എവിടെ വേണമെങ്കിലും ഉറങ്ങാൻ പറ്റുമോ? വഴിവക്കത്ത് കിടക്കാൻ പറ്റുമോ?
ഏതെങ്കിലും പറമ്പിലോ തോട്ടമൊക്കെ ഇറങ്ങി ഒരു ടെന്റ് അടിക്കും. എന്നിട്ട് അതിനകത്ത് കിടന്ന് സുഖമായിട്ട് ഇറങ്ങും. അല്ല, എവിടുന്നാ നിനക്ക് ടെന്റ് അടിക്കാനുള്ള സാധനങ്ങളൊക്കെ? അതൊക്കെ എന്റെ ടൂൾ ബാഗിൽ ഉണ്ടായിരിക്കും. എന്നിട്ടാ ടൂൾ ബാഗ് എവിടെ? അമ്മ കിട്ടിയില്ലേ? ഇനി എനിക്ക് എന്തിനാ ടൂൾ ബാഗും കത്തിയൊക്കെ? ആ, നമുക്ക് ഇവിടെ കുറച്ചേരി ഇരിക്കാം. നിനക്കറിയോ, 2000-ലേറെ വർഷം മുമ്പ് ഇതുപോലെ ഒരു രാത്രിയിൽ ഒരമ്മ തന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ ഒരിടം തേടി വീട് വീടാന്തരം കയറി ഇറങ്ങി. ആര്? പരിശുദ്ധ കന്യാമറിയം മാതാവ്. ബത്ലഹേമിലെ ഒട്ടനവധി വീടുകളിൽ കയറി ഇറങ്ങിയിട്ട് മാതാവിനും ഔസേപ്പിതാവിനും ഒടുവിൽ കിട്ടിയത് കാലിത്തൊഴുത്ത. അവിടെ വെച്ച് ഉണ്ണീശോ പിറന്നു. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഒരു പിടിയുമില്ല. രാത്രി മുഴുവനും നമ്മൾ ഇവിടെ ഇരിക്കാൻ പോവാ? മാതാവ് അതിന് ഇടവരത്തില്ല മോളെ. കുഞ്ഞിനെയും കൊണ്ട് പെരുവഴിയിലായി പോകുന്ന ഒരമ്മയുടെ സങ്കടം മാതാവിനറിയാം മോളെ. കരയുന്നത് ഉള്ളിലാണെങ്കിലും ആ കണ്ണുനീര് സത്യമാണെങ്കിൽ അതിനൊരു നിവൃത്തി ഉണ്ടാക്കിത്തരും മാതാവ്.